മണർക്കാടിനെ മാലിന്യമുക്തമാക്കാൻ ശുചിത്വ അംബാസിഡർമാരായി ഇനി വിദ്യാർത്ഥികളും. മണർക്കാട് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിന് അർഹരായ 50 കുട്ടികൾ ഇനി പഞ്ചായത്തിലെ ശുചിത്വ അംബാസിഡർമാരാകും. വിദ്യാർത്ഥികൾക്ക് ഹരിത സ്കോളർഷിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മണർക്കാട് പഞ്ചായത്ത് മാലം യു.പി. സ്കൂളിൽ നടന്ന ശുചിത്വ പഠനോത്സവം മണർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. വന്നപ്പോൾ ഇതിന്റെ പകുതി പോലും സംഭവങ്ങൾ നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. വളരെ നിരാശരായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ടീച്ചറുടെ കോർഡിനേഷൻ വളരെ നല്ലതാണ്. ഒരു HM എന്ന് പറഞ്ഞാൽ ടീച്ചർ കം ക്ലർക്ക് കം ആണ്. അപ്പൊ അതിനെല്ലാം ഉപരിയായിട്ട് അത്രയും ബുദ്ധിമുട്ടുകളും തിരക്കേറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും എല്ലാം നല്ല ഭംഗിയായിട്ട് ടീച്ചറിന്റെ കുട്ടികൾ ഒരുപാട് പേര് ഇതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതും വളരെ നല്ലതാണ്. നല്ല ഒരു മാലം യു.പി. സ്കൂളിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ തോമസ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകാന്ത് TR മുഖ്യപ്രഭാഷണം നടത്തി. ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര പദ്ധതി വിശദീകരണം നടത്തി. മാലം യു.പി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു KP സ്വാഗതവും അനു M. കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു. ആശംസകൾ നേർന്നുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണി മോൾ TK, വാർഡ് മെമ്പർമാരായ ലൈലാമ തോമസ്, ജിജി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് പ്രവർത്തനത്തിൽ മികച്ച പ്രവർത്തനത്തിന് മാലം ഗവൺ യു.പി. സ്കൂൾ അർഹമായി. അരീപ്പറമ്പ് ഗവൺ ഹൈസ്കൂളിലെ ദേവനാരായണൻ മികച്ച അവതരണത്തിന് 1ാം സ്ഥാനം നേടി. പഠനോത്സവത്തിന്റെ ഭാഗമായി വേസ്റ്റ് ടു ആർട്ട് പ്രദർശനവും നടത്തി. പഞ്ചായത്തിലെ ശുചിത്വ അംബാസിഡർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇവർക്ക് 1500 രൂപ സ്റ്റൈഫൻഡും ലഭിക്കും.